കണ്ടതിൽ വെച്ചിട്ട് എന്താ അഭിപ്രായം? ഇതുവരെ കണ്ടതല്ല. എന്താ ഈ ചോദിക്കുന്നേ? വേണ്ടാത്തൊന്നും മിണ്ടണ്ടോ. നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. പോരാ കേട്ടോ, നിങ്ങളൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നതാ. മോശം അഭിപ്രായം. അതെന്തൊരു കോലം. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഈ കിടപ്പല്ലാണ്ട് ഒരു പണിയുമില്ലല്ലോ. ഒരു തമാശക്കാരി. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ല. ക്യാമറ കാണുന്നില്ലല്ലോ. എന്നിട്ട് പറയാ ക്യാമറയിൽ വലിച്ചെടുത്തോന്നൊക്കെ. പറഞ്ഞിട്ടില്ലേ? ഇത് എന്തോ ലക്ഷ ട്രിപ്പിന് വന്നേക്കുന്ന പോലെ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. നമ്മള് റിസോർട്ടിലൊക്കെ പോവില്ലേ? നല്ല അടിപൊളി വിനോദയാത്രക്ക് വന്ന പോലാണ് ഞാൻ. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. പറഞ്ഞു വിടും. അങ്ങനെങ്കിലും അത് പറഞ്ഞു. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. എല്ലാവരും ഒത്തുപിടിച്ചിട്ട് ഇയാളെ ഒന്ന് പുറത്താക്കുക. പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസിനെ തെറി വിളിക്കുന്നത് നമുക്ക് കാണാം. മുതലായിട്ടല്ല, കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ. നീ പോവില്ല രൗത്തമ. എനിക്ക് കരച്ചിൽ വരും, അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കരഞ്ഞാലും ഞാൻ ഒന്നെങ്കിൽ ഇതാണ് എന്റെ താവളം. അതിന്റെ അടുത്തൊരു തീരുമാനമായി. ഇവിടെ വന്നിട്ടാണ് ഞാൻ എന്റെ കരച്ചില് ഡ്രസ് റൂമാ. ഇവനൊക്കെ അത് തന്നെ ധാരാളം. പൊന്നോ ഒടുക്കത്താ. പിന്നെ ഒന്നെങ്കിലും ഞാൻ ഇവിടെ വന്നാണ് കരയുന്നത്, ഇല്ലെങ്കിൽ ഇവിടെ. പിന്നെ ചങ്ങായിക്ക് ഒരു മാറ്റമില്ലല്ലോ, ഫുള്ള് നെഗറ്റീവ്. ഞാനും ആലോചിക്കുന്നേ. ഇവിടെ എന്ന് പറയുമ്പോ വാ പൊത്തി മാത്രമേ കരയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് മൈക്കുണ്ട്. ഇവിടെ നിൽക്കുന്ന മരപ്പാഴുകൾ കാരണമാണ് ഞാൻ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്. മൈക്ക് നമ്മൾ ഇവിടെ ഊരി വെക്കണം. ഉള്ളിൽ മൈക്ക് ഉണ്ടോ? മൈക്കുണ്ട്, അതുകൊണ്ട് വാ പൊത്തി കരയാൻ പറ്റും. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. വെച്ച് നോക്ക്, പ്രയോജനമൊന്നും കാണത്തില്ല, എന്നാലും നിക്കട്ടെ.